ദൈവ തിരുനാമത്തിന് മഹത്വം. 40-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. 37-ാം സങ്കീർത്തനം 7-ാം തിരുവചനം. യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക. യഹോവയിൽ നിന്നല്ലാതെ, കർത്താവിൽ നിന്നല്ലാതെ മറ്റൊരു സ്രോതസ്സിൽ നിന്നും സഹായം ലഭിക്കാനില്ല എന്ന് ദാവീദ് അംഗീകരിക്കുന്നു. ദൈവം പ്രവർത്തിക്കുന്നതിന് ദൈവത്തിൻ്റെതായ സമയമുണ്ട് എന്നും ധൃതി പിടിക്കേണ്ടതില്ല എന്നും ദാവീദ് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വേഗത്തിൽ ഇടപെടണമെന്ന് ധൃതി പിടിക്കുന്നവരാണ് ഏറെയും. കാത്തിരിക്കാൻ നമുക്ക് മനസ്സില്ല, സമയമില്ല. നമ്മുടെ ധൃതിയും ആകുലതയും അക്ഷമയും ഒന്നിനും പരിഹാരമല്ല. ക്ഷമയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കണം ദൈവത്തിന്റെ മറുപടിക്കായിട്ട്. മോശ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്നും കൊണ്ടുവരുമ്പോൾ അക്ഷമരായ ജനത്തോട് മോശ പറഞ്ഞു, കാത്തിരിക്കുക, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തിരക്ക് പിടിച്ച് ശിഷ്യന്മാരെ സുവിശേഷം അറിയിക്കാൻ അയച്ചില്ല. പകരം പിതാവിന്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞു. പ്രവൃത്തികളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് സാക്ഷികളാകാൻ പോകണം. അതുവരെ കാത്തിരിക്കാൻ പറഞ്ഞു. പ്രാർത്ഥനയോടെ കാത്തിരുന്ന അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ദൈവം വിളിച്ചവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും സമർത്ഥരായിട്ടുള്ള അനേകര് കാത്തിരിക്കാൻ തയ്യാറാകാതെ തെറ്റിപ്പോയിട്ടുണ്ട്. നാം ഇനിയും അനുഗ്രഹം പ്രാപിച്ചിട്ടില്ലായിരിക്കാം. പ്രാർത്ഥിച്ച പലതും, അപേക്ഷിച്ചത് പലതും ലഭിക്കാതെ പോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ പിന്മാറി നാശത്തിന്റെ വഴിയിലേക്ക് വീണു പോകാതെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. പ്രാർത്ഥന പഠിച്ചതുകൊണ്ട് മാത്രം, പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം അനുഗ്രഹം പ്രാപിക്കണമെന്നില്ല, ഉത്തരം ലഭിക്കണമെന്നില്ല. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക, ഉത്തരമുണ്ട്. ആമേൻ. കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.